ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചിനി എന്ന് പറയും, ചിലയിടത്തൊക്കെ ഇതിന് കപ്പ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മരിച്ചിനി അല്ലെങ്കിൽ കപ്പയും മുട്ടയും കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലേ? മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു ടേസ്റ്റോട് കൂടിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാമേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 3/4 കിലോയോളം കപ്പ മരിച്ചിനി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നല്ലോണം തോടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മരിച്ചതിന് അത് മുങ്ങി നിൽക്കാൻ കണക്കിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു കപ്പയാണ് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കൂട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു 3-4 ചെറിയ ഉള്ളിയും അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. ഒരു പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ടാണ് ഒരെണ്ണം ഇട്ടിട്ടുള്ളത്. ഇനി അത്യാവശ്യം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് 1-2 ഇടാൻ കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമുക്ക് നല്ലോണം അതങ്ങ് ചതച്ചെടുക്കാമേ. അപ്പം ഞാൻ അത് നല്ലോണം ഒന്ന് ചതച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് മതിയാവും കേട്ടോ. ഉണ്ടല്ലോ, ഇതേപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ചതച്ചെടുക്കുമ്പോഴാണ് ആ മരിച്ചിനിക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ആ സമയം കൊണ്ട് തന്നെ മരിച്ചിനി ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വേകുന്ന മരിച്ചിനി ആയിരുന്നേ. അപ്പോൾ അതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. കണ്ടല്ലോ, ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം തിരികെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ച കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ചതച്ച കൂട്ട് അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചതച്ചത് ഞാൻ കംപ്ലീറ്റ് ആയിട്ടും തേങ്ങയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കൂട്ടിന് വേണ്ടി നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിലോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കാമേ. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം, എന്നാലും കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ. അപ്പോഴാണ് ആ തേങ്ങയിലേക്ക് നമ്മുടെ ഈ മുളകിൻ്റെയും ഉള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പിടിച്ച് കിട്ടുവേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ചതച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ കൂട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ കൈ കൊണ്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ചിലർക്കൊക്കെ ഈ മുളക് അത്യാവശ്യം അലർജി ഉള്ളവരൊക്കെ കാണും കേട്ടോ. കാരണം മുളക് തൊടുമ്പോൾ കൈ നീറുന്ന ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കൈ കൊണ്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ മരിച്ചിനി വേവിച്ചത് അത് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ബെസ്റ്റ്. നമ്മൾ നാടൻ പലഹാരമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നല്ലോണം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു വറ്റൽ മുളക് 2-3 കഷ്ണങ്ങളായിട്ട് ഞാൻ ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ എടുക്കുന്ന സമയത്ത് 3 മുട്ടയിൽ കുറയാതെ എടുക്കണം കേട്ടോ. അപ്പോൾ 3-4 മുട്ട നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു 3 മുട്ട പൊട്ടിച്ച് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മരിച്ചിന് വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പിട്ടിരുന്നു. ഇനി നമുക്ക് മുട്ടയ്ക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം ഒരു നുള്ള് ഉപ്പൊന്ന് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മൾ തോരനൊക്കെ ഒന്ന് ചിക്കിയെടുക്കില്ലേ, അതേപോലെ നമുക്ക് ഇതും അതേപോലെ ഒന്ന് ചിക്കിയെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മളിത് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഒരു തവി കൊണ്ട് നമുക്കിത് ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാമേ. മിക്സ് ചെയ്തെടുത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് മരിച്ചിനിയൊക്കെ കൂടെ ഇട്ട് വരുമ്പോൾ നല്ലൊരു പരുവത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ ആ വെള്ളമെല്ലാം കംപ്ലീറ്റും അങ്ങ് നല്ലോണം വറ്റിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടല്ലോ, മുട്ടയിലെ വെള്ളമെല്ലാം വറ്റി മുട്ടയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൂട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂട്ട് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് നമുക്ക് കൂട്ടുമായിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, മുളക് ഞാൻ ഒരു പച്ചമുളകാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള എരിവ് കുറവുള്ള മുളകാണെങ്കിൽ ഒരു 2 എണ്ണം വരെ നമുക്ക് ഇടാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കൂട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റോട് കൂടിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് സാധാരണ നമ്മൾ എപ്പോഴും കപ്പയൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ കപ്പ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനാണെങ്കിലും ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം അല്ലെങ്കിൽ നല്ല പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഒക്കെ ഇളക്കി കഴിക്കാനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. കൂടാതെ വൈകുന്നേരം ഒരു കട്ടൻ ചായയും ഇതേപോലെ ഒരു മരിച്ചീനി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കൂട്ടെല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആ പൊടിയുടെയൊക്കെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ. ഒരു 2 മിനിറ്റ് മതി കേട്ടോ. 2 മിനിറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, വൈകുന്നേരം ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് ഇതേപോലെ ഒരു മരിച്ചിനിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ടും പറയണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മരിച്ചിനി നമ്മൾ തയ്യാറാക്കിയത് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതെല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മരിച്ചിനി അത്യാവശ്യം നല്ല രീതിയിൽ വെന്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതങ്ങ് ഉടഞ്ഞ് കിട്ടുമേ. പെട്ടെന്ന് അതങ്ങ് ഉടഞ്ഞ് റെഡിയായി കിട്ടും കേട്ടോ. നമ്മളിത് തവി കൊണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റോട് കൂടിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലേക്ക് ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മരിച്ചിന് വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു. അതുകൂടാതെ നമ്മൾ മുട്ടയ്ക്കും ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു അല്ലേ. ഇനി നമുക്ക് ഒന്ന് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഒരു പച്ച വെളിച്ചെണ്ണ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയ കപ്പയും മുട്ടയും കൂടെയുള്ള ഒരു അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം മരിച്ചിനി ഇളക്കിയതൊക്കെ കഴിക്കൂലേ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കത് ഇതേപോലെ ഒന്ന് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അതുകൂടാതെ തന്നെ പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഇതേപോലെ ഒരു കറിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാം. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്കിനിതാ ഒരു നാടൻ വിഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു നാടൻ വാഴയിലേക്ക് എടുത്ത് അതിലൊന്ന് വിളമ്പാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേട്ടൊന്ന് ഇട്ട് വച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നല്ല സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കൂ. മുൻപോട്ടും ഞാൻ ഇട്ടിട്ടുള്ള എല്ലാം നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പീസാണ് കേട്ടോ. കുട്ടികൾക്കായിട്ട് ഇതൊക്കെ തയ്യാറാക്കാൻ പറ്റിയ, എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പീസാണ്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. അപ്പം അതുവരെ till then, take care.
താങ്ക് യു.